ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 7 ഇംഗ്ലീഷ് കൈറ്റ് പിക്ചേഴ്സിൽ സാർ എന്നെടുത്ത ക്ലാസ്സും പറഞ്ഞ ആക്ടിവിറ്റീസുമാണ്. ഇന്ന് പുതിയ ലെസൺ ആണ് എടുത്തത്, റിതംസ് ഓഫ് ലവ് യൂണിറ്റ് 4. അതിൽ 2 പാർട്ട് ഇന്ന് കവർ ചെയ്തിരുന്നു, ടു മൈ മദർ ആൻഡ് സംബഡീസ് മദർ. 2 ലെസൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള മലയാളം എക്സ്പ്ലനേഷൻ അടങ്ങുന്ന വീഡിയോ അലോങ് വിത്ത് മീനിങ്സ്, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസും ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. കാണാത്തവർക്കായി ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കാം. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെക്സ്റ്റിലുള്ള എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതുപോലെ തന്നെ ആക്ടിവിറ്റീസും കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ എല്ലാ ലെസൻ്റെ ഫുള്ളായിട്ടുള്ള മീനിങ്ങും എക്സ്പ്ലനേഷനും അറിയാനും പറ്റും. ഓക്കെ, അപ്പോൾ മറക്കാതെ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് അതൊന്ന് പോയി കാണുക. നമ്മളിന്ന് ഇവിടെ നോക്കുന്നത് കൈറ്റ് പിക്ചേഴ്സിൽ ഇന്ന് പറഞ്ഞ ആക്ടിവിറ്റീസ് മാത്രമാണ്. 4ാമത്തെ യൂണിറ്റ് റിതംസ് ഓഫ് ലൈഫ്. റിതംസ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താ? ജീവിതത്തിൻ്റെ താളങ്ങൾ അല്ലേ. ഇവിടെ കുറേ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, ഓരോ ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഡിഡ് യു എൻജോയ് റീഡിങ് ദീസ് ലൈൻസ്? വൈ? നിങ്ങൾക്ക് ഈ പാട്ടുകൾ ഇഷ്ടമായോ, എന്തുകൊണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. എന്ത് പറയാം നമുക്ക്? യെസ്, ഐ റിയലി എൻജോയ്ഡ് റീഡിങ് ദീസ് ലൈൻസ്. ദ ലൈൻസ് കൺവേ ദ മ്യൂച്വൽ ലവ് ബിറ്റ്വീൻ എ മദർ ആൻഡ് ഹെർ സൺ. ദിസ് ഷോസ് ദ വാംത്ത് ഓഫ് ദ റിലേഷൻ. അപ്പോൾ എന്താണ് പറയുന്നത് ഉണ്ട്, എനിക്ക് ഈ ലൈൻസ് വളരെയധികം ഇഷ്ടപ്പെട്ടു. ആ ലൈൻസിലൂടെ എന്താണ് പറയുന്നത്? അവരുടെ കുഞ്ഞും തമ്മിലുള്ള ആ മ്യൂച്വൽ ലവ് അല്ലെ, അവർ തമ്മിലുള്ള സ്നേഹമാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ ആ റിലേഷൻ്റെ വാംത്ത് അല്ലെ, ആ അടുപ്പം ഈ ലൈൻസിലൂടെ പറയുന്നുണ്ട്. വാട്ട് ഈസ് എ ചൈൽഡ്സ് ഓഫറിങ് ടു ദ മദർ? ആ കുട്ടി അമ്മയ്ക്ക് എന്താണ് ഓഫർ ചെയ്യുന്നത്, എന്താണ് കൊടുക്കുന്നത്? ദ ചൈൽഡ് ഓഫേഴ്സ് സ്വീറ്റ് ഫ്ലവേഴ്സ് ഓഫ് ലവ് അലോങ് വിത്ത് ഹിസ് പ്രേയേഴ്സ് ഫോർ ഹെർ ലോങ് ലൈഫ് ആൻഡ് ഹാപ്പിനെസ്. കുട്ടി എന്താണ് കൊടുക്കുന്നത്? സ്വീറ്റ് ഫ്ലവേഴ്സ് ഓഫ് ലവ് അല്ലെ, സ്നേഹത്തിൻ്റെ പുഷ്പങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്തും പറയുന്നുണ്ട്, അവർ ദീർഘകാലം ജീവിക്കാനും സന്തോഷത്തോടു കൂടി ജീവിക്കാനുമുള്ള പ്രേയേഴ്സും ചെയ്യുന്നുണ്ട്. വാട്ട് ഡസ് എ ചൈൽഡ് ഗെറ്റ് ഫ്രം ദ മദർ? ആ കുട്ടിക്ക് അമ്മയുടെ കയ്യിൽ നിന്ന് എന്താണ് കിട്ടുന്നത്? ദ മദർ വിഷസ് ഹെർ ചൈൽഡ് ഗ്രേറ്റ് ഹാപ്പിനെസ് അലോങ് വിത്ത് ഹെർ ബ്ലെസ്സിങ്സ്. അമ്മ തൻ്റെ കുട്ടിയെ അനുഗ്രഹിക്കുന്നുണ്ട്, അതുപോലെ തന്നെ സന്തോഷത്തോടു കൂടി ജീവിക്കാനും പറയുന്നുണ്ട്. ഓക്കെ, നൗ കളക്ട് സിമിലർ ലൈൻസ് അബൌട്ട് മദർ. ഇതുപോലെ ഉള്ള ലൈൻസ് അമ്മയെ പറ്റിയുള്ള പോയിംസ് നിങ്ങളോട് കളക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എക്സാമ്പിളാണ്, മദേഴ്സ് ലവ് ഈസ് സംതിങ് ദറ്റ് നോ വൺ ക്യാൻ എക്സ്പ്ലെയിൻ. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഡീപ് ഡിവോഷൻ ആൻഡ് ഓഫ് സാക്രിഫൈസ് ആൻഡ് പെയിൻ. ഇറ്റ് ഈസ് എൻലെസ് ആൻഡ് അൺസെൽഫിഷ് ആൻഡ് എൻഡ്യൂറിങ് കം വാട്ട് മേ. ഫോർ നത്തിങ് ക്യാൻ ഡിസ്ട്രോയ് ഇറ്റ് ഓർ ടേക്ക് ദാറ്റ് ലവ് അവേ. ഇറ്റ് ഈസ് പേഷ്യൻറ്റ് ആൻഡ് ഫോർഗിവിങ് വെൻ ഓൾ അതേഴ്സ് ആർ ഫോർസേക്കിങ്. അല്ലെ, അമ്മയെ പറ്റിയുള്ള ഒരു പോമാണ് നെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത്. You have told me all the things I need to hear, but I knew I needed to hear them, to be unafraid of all the things I used to fear. Before I knew I shouldn't fear them. Okay. ഇതാണ് ഫസ്റ്റ് ആക്ടിവിറ്റി. ടാസ്ക് 1, റൈറ്റ് സംതിങ് അബൌട്ട് യുവർ മദർ. ദ സെയിങ് ഗോഡ് കുഡ് നോട്ട് ബി എവ്രിവെയർ, സോ ഹി ക്രിയേറ്റഡ് മദർ ഷോസ് ദ സിഗ്നിഫിക്കൻറ്റ് റോൾ ഓഫ് ദ മദർ ഇൻ അവർ ലൈഫ്സ്. You may feel like writing something about your mother. Attempt a few sentences. എന്താണ് പറയുന്നത്? ഈശ്വരന് എല്ലായിടത്തും ഉണ്ടാവാൻ സാധിക്കില്ല, അതുകൊണ്ടാണ് ഭൂമിയിൽ ദൈവം അമ്മയെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അമ്മയെക്കുറിച്ച് കുറച്ച് സെൻറ്റൻസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെത്താൻ എഴുതാം. ഓക്കെ, മൈ മദർ ഈസ് എൻ ഓർഡിനറി വുമൺ ബട്ട് ഷീ ഈസ് മൈ സൂപ്പർ ഹീറോ. എൻ്റെ അമ്മ എല്ലാവരെയും പോലെ സാധാരണ ഒരു സ്ത്രീയാണ് അല്ലേ, സാധാരണ ഒരു അമ്മയാണ്, പക്ഷേ അവരെനിക്ക് എൻ്റെ സൂപ്പർ ഹീറോ ആണ്. ഇൻ എവറി സ്റ്റെപ്പ് ഓഫ് മൈ ലൈഫ് ഷീ സപ്പോർട്ടഡ് ആൻഡ് എൻകറേജ് മീ. എൻ്റെ ലൈഫിലെ എല്ലാ സമയത്തും അമ്മ എന്നെ സപ്പോർട്ട് ചെയ്യുകയും എന്നെ എൻകറേജ് ചെയ്യുകയും എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വെദർ ഡേ ഓർ നൈറ്റ് ഷീ വാസ് ഓൾവേസ് ദെയർ ഫോർ മീ, നോ മാറ്റർ വാട്ട് ദി കണ്ടീഷൻ ഈസ്. രാവിലെ ആയിക്കോട്ടെ രാത്രി ആയിക്കോട്ടെ എപ്പോഴൊക്കെ എനിക്ക് അമ്മയോ വേണം, അപ്പോഴൊക്കെ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഷീ ഹെൽപ്സ് മീ ഇൻ എവ്രി വേ. എല്ലാ രീതിയിലും അമ്മ എന്നെ സഹായിക്കാറുണ്ട്. ഷീ ഡു എ ലോട്ട് ഓഫ് വർക്ക്സ് ഇൻ ഹോം അലോങ് വിത്ത് ഹെർ ഓഫീസ് ജോബ്. അമ്മ ഓഫീസിൽ പോകുന്നുണ്ട്, പക്ഷേ വീട്ടിലെ എല്ലാ കാര്യങ്ങളും അമ്മ ചെയ്തിട്ടാണ് ഓഫീസിൽ പോകുന്നത് അല്ലേ. ഷീ കുക്സ് മൈ ഫേവറേറ്റ് ഡിഷസ്. എന്തൊക്കെ ചെയ്യുന്നുണ്ട് അമ്മ? ഷീ കുക്സ് മൈ ഫേവറേറ്റ് ഡിഷസ്. അമ്മ എനിക്കിഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കി തരാറുണ്ട്. ഹെൽപ്സ് മീ ഗെറ്റ് റെഡി ഫോർ സ്കൂളിലേക്ക് റെഡി ആവാൻ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഹെൽപ്പ് വിത്ത് മൈ ഹോം വർക്ക്സ്. എൻ്റെ ഹോം വർക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ആൻഡ് ടേക്സ് മീ ഔട്ട് ഫോർ ഷോപ്പിങ്ങിനും അമ്മയാണ് എന്നെ പുറത്ത് കൊണ്ടുപോകുന്നത്. ഐ ലവ് ഹെർ എ ലോട്ട്. എനിക്ക് എൻ്റെ അമ്മയെ വളരെയധികം ഇഷ്ടമാണെന്ന് എഴുതാം. ടാസ്ക് 2,
Prepare a thank you card for your mother to be given on Mother's Day. Activity 2 ആണ്. Here are a few greeting cards. Have a look at them. ഇവിടെ greeting cards കൊടുത്തിട്ടുണ്ടല്ലേ. If you want sweet dreams, you have got to live a sweet life. ഫ്രണ്ട്സിനെ പറ്റി കൊടുത്തിട്ടുണ്ട്, ഡാഡിനെ പറ്റി കൊടുത്തിട്ടുണ്ട്, ബർത്ത്ഡേയുടെ കാർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്? What are the features that you notice in these cards? Discuss. എന്തൊക്കെയാണ് ഈ കാർഡിൻ്റെ ഫീച്ചേഴ്സ് ഡിസ്കസ് ചെയ്യാൻ പറയുന്നുണ്ട്. ഈ താഴെ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ്? സിമ്പിൾ ആൻഡ് എക്സ്പ്രസീവ് ലാംഗ്വേജ് ആണ് അല്ലേ. സിമ്പിളാണ് പക്ഷേ വളരെയധികം എക്സ്പ്രസീവാണ്. എന്താണ് കൊടുത്തിട്ടുള്ളത്? ബെസ്റ്റ് ഡാഡ് അല്ലേ, ഏറ്റവും നല്ല അച്ഛൻ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെയധികം എക്സ്പ്രസീവായി കൊടുത്തിട്ടുണ്ട്. അപ്പീലിംഗ് ആണ്, ആ പിക്ചേഴ്സൊക്കെ ഭയങ്കര നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്നത് പോലെയാണ്. നല്ല ലേ ഔട്ടാണല്ലേ, അതൊക്കെ ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയിലാണ്. പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ വളരെയധികം ക്രിയേറ്റീവാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? ഫീച്ചേഴ്സ് ഓഫ് ദ കാർഡ്സ് ആയിട്ട് എഴുതാം. What are the features that you notice in these cards? നിങ്ങൾക്ക് ഇത് തന്നെ എഴുതാം. നെക്സ്റ്റ് എന്താണ്? Now prepare a thank you card for your mother to be given on Mother's Day on her birthday. How do you prepare a thank you card? Make use of the following hints. നിങ്ങളോടൊരു താങ്ക് യു കാർഡ് പ്രിപ്പയർ ചെയ്യാൻ പറയുന്നുണ്ട്. എങ്ങനെയാണ് താങ്ക് യു കാർഡ് പ്രിപ്പയർ ചെയ്യേണ്ടത്? താഴെ കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ ലാംഗ്വേജ് ആയിരിക്കണം, അപ്പീലിംഗ് ആയിരിക്കണം, അട്രാക്റ്റീവ് ആയിട്ടുള്ള ലേ ഔട്ട് ആയിരിക്കണം, പിക്ചേഴ്സ് ഉണ്ടാവണം, ക്രിയേറ്റീവ് ആയിരിക്കണം അല്ലേ. ഇതൊക്കെ കൊടുക്കാൻ നമുക്ക് കളർഫുൾ ആവണം. കൺവേസ് ദ മെസ്സേജ്, എന്താണോ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് കൺവേ ചെയ്യുന്നതായിരിക്കണം, ഷോർട്ടായിരിക്കണം, ക്ലിയർ ആയിരിക്കണം. ഇതാണ് ഞാൻ എക്സാമ്പിൾ കാണിച്ചിട്ടുള്ളത്. ഹാപ്പി മദേഴ്സ് ഡേ എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒരു കാർഡ് അതായത് ഇതുപോലെ ചെയ്യാം. വെറുതെ വൈറ്റ് പേപ്പർ എടുത്തിട്ട് കളറൊക്കെ ചെയ്ത് ഇങ്ങനെ കൊടുക്കാം. ഒന്നുകൂടി ക്രിയേറ്റീവായിട്ട് ചെയ്യണമെങ്കിൽ ഹാർട്ട് ഷേപ്പൊക്കെ ചെയ്തിട്ട് ഹാപ്പി മദേഴ്സ് ഡേ എന്ന് എഴുതാം. ഒക്കെ നിങ്ങൾക്ക് എക്സാമ്പിൾസ് ആണ്, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ടാസ്ക് 3, പ്രിപ്പയർ താങ്ക് യു കാർഡ് ഫോർ ടീച്ചേഴ്സ്. നമ്മൾ എല്ലാ വർഷവും സെപ്റ്റംബർ 5 ടീച്ചേഴ്സ് ഡേ ആയി സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ടീച്ചേഴ്സിന് വേണ്ടി ഒരു താങ്ക് യു കാർഡ് പ്രിപ്പയർ ചെയ്യൂ. ഹാപ്പി ടീച്ചേഴ്സ് ഡേ അല്ലെങ്കിൽ ഇതുപോലൊരു പിക്ചർ വരയ്ക്കാം. എന്നിട്ട് അതിൻ്റെ സൈഡിലുള്ള അവിടെ ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്ന് എഴുതാം. ഇങ്ങനെ ഒരു കോളം കൊടുത്തിട്ടുണ്ട് അല്ലേ, റൈറ്റിങ്സ് എഴുതാൻ. അവിടെ നിങ്ങൾക്ക് ഇത് എഴുതാവുന്നതാണ്. ദ വേ യു ടീച്ച്, ദ നോളജ് യു ഷെയർ, ദ കെയർ യു ടേക്ക്, ദ ലവ് യു ഷെയർ makes you the world's best teacher. Happy Teachers Day. You are great, you are the best, so cool, thank you teacher. ഇതൊക്കെ നിങ്ങൾക്ക് എക്സാമ്പിൾ പോലെ എടുത്ത് നിങ്ങൾക്ക് സ്വയം വരയ്ക്കാവുന്നതാണ്. യൂണിറ്റ് 4 റിതംസ് ഓഫ് ലൈഫ്. അതിൻ്റെ നെക്സ്റ്റ് പോമാണ് സംബഡീസ് മദർ. പക്ഷെ നമുക്ക് ഇതിൻ്റെ മീനിങ്സ് നോക്കാം. റാഗഡ് എന്ന് പറഞ്ഞാൽ എന്താ? ടോൺ അല്ലെങ്കിൽ കീറിയ. ചിൽ എന്ന് പറഞ്ഞാൽ തണുപ്പ്. എമിഡ് എന്ന് പറഞ്ഞാൽ എന്താ? എമങ്, ഇടയിൽ. ത്രോങ് എന്ന് പറഞ്ഞാൽ ആൾക്കൂട്ടം എന്നാണ്. ഹീഡ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, ഗ്ലാൻസ്, നോട്ടം. ഹെയിലിംഗ് ദ സ്നോ, മഞ്ഞിനെ വരവേറ്റ്. ഹെയിൽ സ്റ്റോൺ, ആലിപ്പഴം. ഹേസ്റ്റൺ, തിരക്കിട്ട്. മീക്ക്, ശാന്ത സ്വഭാവമുള്ള. ടിമിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഷൈ അല്ലെങ്കിൽ ലജ്ജാലുവായ. സ്റ്റിർ, ചലിപ്പിക്കുക. ലെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയം. ഗേയസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഗേ എന്ന് പറഞ്ഞാൽ ഹാപ്പി എന്നാണ്. ഗേയസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹാപ്പിയസ്റ്റ് എന്നാണ് അർത്ഥം. ക്രൗഡ് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താ? ചവിട്ടി അരയ്ക്കുക അല്ലേ. ആ ഹോസ് ക്രൗഡ് ഡൗൺ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ട്രെമ്പിൾ എന്ന് പറഞ്ഞാൽ വിറയ്ക്കുക. ബോ എന്ന് പറഞ്ഞാൽ കുനിക്കുക. കണ്ടന്റ്, സംതൃപ്തിയുള്ള. Task 4, find out other examples of alliteration from the poem Somebody's Mother. Look at the line. Nor offered a helping hand to her. The sound of the letter H is repeated in the words helping hand and her. This kind of repetition of consonantal sounds is called alliteration. Alliteration നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണല്ലേ. ഒരേ ലൈനിൽ ഒരേ സൗണ്ടിങ് വേർഡ്സ് ഹെൽപ്പിംഗ്, ഹാൻഡ്, ഹെർ ഇങ്ങനെയൊക്കെ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? ആലിട്രേഷൻ എന്ന് പറയും. നമുക്ക് കൂടുതൽ എക്സാമ്പിൾസ് കാണാം ഈ ലെസണിൽ നിന്ന്. ഏതൊക്കെ പറയാം നമുക്ക് ജസ്റ്റ് എക്സാമ്പിൾ നോക്കാം. സ്ട്രീറ്റ്, സ്നോ ഇതൊക്കെ എക്സാമ്പിളാണ്. അതുപോലെ തന്നെ എന്താണ്? ആൻഡ്, ഏജ്ഡ്. ഹീഡഡ്, ഹെർ. സ്ട്രീറ്റ്, ഷൗട്ട്. സോ, സ്റ്റിർ. ഹേർട്ട്, ഹാം അല്ലേ. ഹാർട്ട്, ഹാർട്ട്. ഹാപ്പി, ഹോപ്പ്, ഹാൻഡ് ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാം. Task 5, you have to find out other rhyming pairs of words in this poem. Look at the last words in the line 1 and 2. They sound alike. They are rhyming words. The woman was old and ragged and grey and bent with the chill of winter's day. Grey day അതാണ് റൈമിംഗ് വേർഡ്സ് അല്ലേ. എന്നുള്ള റൈമിംഗ് വേർഡ്സ് എഴുതാനാണ് പറയുന്നത്. ഏതൊക്കെയാണ്? ഒരുവിധം ലാസ്റ്റ് വരുന്നതൊക്കെ റൈമിംഗ് വേർഡ്സ് ആണ്. സ്നോ, സ്ലോ. ലോങ്, throng. By, shout, out. Sheep, deep. Grey, way. Her, stir.
feet, street, troop, group, low, go, arm, harm, along, strong, when, content, no, slow, hand, understand, grey, away, head, set. ഇതാണ് ബോയ്, ജോയ്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഗ്രൂപ്പ് ചെയ്താൽ നിങ്ങൾക്ക് റൈമിംഗ് വേർഡ്സ് ആണ്. അപ്പോൾ ഓരോ ലൈൻ്റെയും ലാസ്റ്റ് വരുന്ന 2 വേർഡ്സ് എന്ത് തന്നെയാണ്? റൈമിംഗ് വേർഡ്സ് തന്നെയാണ്. ടാസ്ക് 6 സർ എന്താ പറഞ്ഞിരുന്നത്? ഒരു എക്രോസ്റ്റിക് പോയം എഴുതാൻ പറഞ്ഞിരുന്നു നിങ്ങളുടെ അമ്മയെക്കുറിച്ച്. റൈറ്റ് ആൻ എക്രോസ്റ്റിക് പോം അബൌട്ട് യുവർ മദർ. റീഡ് ആൻ എക്രോസ്റ്റിക് പോം അബൌട്ട് മദർ. അമ്മയെക്കുറിച്ചൊരു പോം എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ? ഓരോ ലൈൻ്റെയും ആദ്യത്തെ വേർഡ്സ് ചേർത്ത് വെച്ചാൽ അത് മദർ എന്ന് വായിക്കും അല്ലേ? MOTHER. അപ്പോൾ അങ്ങനെയുള്ള പോമിനെയാണ് എക്രോസ്റ്റിക് പോം എന്ന് പറയാം. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുന്നത്? എക്രോസ്റ്റിക് പോം ഈസ് വൺ ഇൻ വിച്ച് ദ ഇനീഷ്യൽ ലെറ്റർ ഓഫ് ഈച്ച് ലൈൻ സ്പെൽസ് ഔട്ട് എ വേർഡ് ഓർ എ ഫ്രേസ്. ഇപ്പോൾ ഈ കാണിച്ചിട്ടുള്ള പോലെ അതിൻ്റെ ഇനീഷ്യൽ ലെറ്റേഴ്സ് കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ആ പോം എന്തിനെയാണ് മീൻ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. കാൺ യു റൈറ്റ് എ സിമിലർ പോം അബൌട്ട് യുവർ മദർ? അറ്റംപ്റ്റ് 1. നിങ്ങൾക്കും ഇങ്ങനൊരു പോം എഴുതാൻ പറ്റുമോ അമ്മയെ പറ്റി? അറ്റംപ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. മാജിക്കൽ, ഔട്ട്സ്റ്റാൻഡിംഗ് ബ്യൂട്ടി, ട്രെമൻഡസ് ടീച്ചർ, ഹെൽപ്ഫുൾ, എക്സ്ട്രാ ഓർഡിനറി, റിലയബിൾ ആൻഡ് റിച്ച് വിത്ത് ലവ്, മാർവലസ്ലി, ഓൾ ഫ്ലോയിങ് വിത്ത് ലവ് ആൻഡ് ടച്ചിങ് ദ ഹാർട്ട് ഓഫ് എവ്രി വൺ ഷീ റീച്ച്. ഓരോന്നിൻ്റെയും ഫസ്റ്റ് വേർഡ് എടുത്തു കഴിഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ആൽഫബറ്റ് എടുത്തു കഴിഞ്ഞാൽ മദർ എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സാർ ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞ ആക്ടിവിറ്റീസും പറഞ്ഞ ക്ലാസ്സും. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള മലയാളം എക്സ്പ്ലനേഷനും മീനിങ്സ് അടങ്ങുന്ന വീഡിയോയും ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസും ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെക്സ്റ്റിലുള്ള ബാക്കിയുള്ള എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതുപോലെ തന്നെ ആക്ടിവിറ്റീസും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക്